നമസ്കാരം. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിലാണ്, വഴുത്തല. സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ, വഴുത്തല. ഇവിടെ 5 മുതൽ +2 വരെയാണ് ക്ലാസ്സുകൾ. വഴുത്തല തൃക്കേക്കുന്ന മഹാദേവ ക്ഷേത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ വെച്ചാണ് അള്ളരാമത്തിന് സിനിമ ഷൂട്ട് ചെയ്ത അപർണ മുരളി അതുപോലെ തന്നെ കിച്ചു തുടങ്ങിയവർ അഭിനയിച്ച സിനിമയാണ് അള്ളരാമേന്ദ്രൻ. ഉത്സവത്തിൻ്റെ സ്റ്റേജ് കാണിക്കുന്നത് ആ സീൻ ഇവിടെ വെച്ചാണ്. അതുപോലെ തന്നെ തല്ല് കേസ് ഉണ്ടാകുന്നു, കുഞ്ചാവൻ വരികയും അതുപോലെ തന്നെ അടിയിടി ഉണ്ടാകുന്നു. അതിവിടെ വെച്ചാണ് സിനിമ ഷൂട്ട് ചെയ്തത്. ഇവിടെ വെച്ചാണ് ഡിറ്റക്റ്റീവ് പഴയ സിനിമ ഷൂട്ട് ചെയ്തത്. ആ വീട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. ആറ്റുപുറത്ത് ഡിറ്റക്റ്റീവ് സിനിമ ഷൂട്ട് ചെയ്ത വീടാണ് ഇത്. പണ്ട് സിനിമയാണ് ഷൂട്ട് ചെയ്ത വീടാണ്. ഇപ്പോൾ വീട് കുറച്ചും കൂടെ ഒരു മെയിൻ്റനൻസ് ചെയ്ത് അലങ്കരിച്ച് ഇച്ചിരി കൂടെ ഒരു പുതുക്കി പണിതിട്ടുണ്ട്. നമുക്ക് ഈ വീട് അങ്ങ് കാണാം. സിനിമയ്ക്കൊരു പറ്റിയൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ വീട്. സിനിമയായാലും സീരിയലായാലും നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ സിനിമയുടെ പ്രത്യേക ഒരു ദിവസം മാത്രമേ സിനിമ ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് ജീപ്പ് വരികയും അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള സീൻ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്.
ആംബിയൻസ് ചെയ്തു. അതുപോലെ ലൈറ്റുകൾ, അതുപോലെ തന്നെ നല്ലൊരു ഡെക്കറേഷൻ കൂടിയാണ് ഈ വീട് ചെയ്തത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡിറ്റക്റ്റീവ് സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ ഷൂട്ട് ചെയ്തത്. പക്ഷേ പണ്ടത്തെ വീട് ഇച്ചിരി കൂടെ പുതുക്കി പണിതു. ഇതൊരു തറവാടാണ്. ഇവിടുത്തെ ഈ വീടിൻ്റെ ഓണറിൻ്റെ പേര് സിബി ജോസഫാണ്. ചേട്ടൻ ഈ വീട് ഒത്തിരി നല്ലൊരു ഡിസൈൻ പോലെ ചെയ്തു വെച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഹോം തിയേറ്റർ ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താ? സിബി ജോസഫ്. സിബി ജോസഫ്. ആറ്റുപുറത്ത് വഴുത്തല. ആറ്റുപുറത്ത്. ചേട്ടൻ എന്നാ ചെയ്യുന്നു? ഞാൻ തൊടുപുഴയിൽ സ്പോർട്സിൻ്റെ ഷോപ്പുണ്ട്. സ്പോർട്സിൻ്റെ ഷോപ്പ്. കടയുടെ പേര്? ട്രാക്ടോൺ സ്പോർട്സ്. ട്രാക്ടോൺ സ്പോർട്സ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാൻ, ഭാര്യ, കുട്ടികൾ, ഫാദർ, പിന്നെ അനിയനും ഫാമിലി. ഞങ്ങളെല്ലാം ഇവിടെയാണ്. അനിയനും ഫാമിലി യുകെയിലാണ്. യുകെയിൽ. അവരും വരുമ്പോൾ ഇവിടെയാണ്. ഫാമിലി പോയിട്ട് എത്ര ആയപ്പോൾ? അവർ പോയിട്ട് 23 വർഷമായി. 23 വർഷമായി യുകെ പോയിട്ട്. വൈഫിൻ്റെയും പിള്ളേരുടെ പേരും പറയും. എൻ്റെ വൈഫിൻ്റെ പേര് സിൽവി. സിൽവി. മൂത്ത കുട്ടി ആൺകുട്ടിയാണ്, സെബിൻ സിബി. രണ്ടാമത്തെ കുട്ടിയുടെ പേര് സോബൻ സിബി. പിന്നെ ഇവിടെ നമ്മുടെ ഡിറ്റക്റ്റീവ് സിനിമ സുരേഷ് ഗോപിയുടെ ഒരു നല്ലൊരു ഹിറ്റായ പടമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ ഇവിടെ സിനിമയിൽ അതായത് ഇങ്ങോട്ട് വരെയും അതുപോലെ തന്നെ പോലീസ് വരെയും അതുപോലെ തന്നെ കഥാപാത്രം എന്ന് പറയാൻ പറ്റുമോ? അതായത് ഇങ്ങോട്ട് വരെയും അതുപോലെ തന്നെ പോലീസ് വരെയും അതുപോലെ തന്നെ കഥാപാത്രം എന്ന് പറയാൻ പറ്റുമോ? ആരെയൊക്കെയാണ് ഇവിടെ വന്നത്? രാവിലെ തൊട്ട് ഭയങ്കരമായ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി വന്നിരുന്നു, പിന്നെ ജോർജ് ജോർജ്, പിന്നെ മധുവായിരുന്നു. രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെ ഉണ്ടായിരുന്നു. അത് ചെയ്യുന്നൊരു സീനാണ് നമ്മുടെ ഇവിടെ ഈ വീട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട് കുറച്ചൊരു പഴയ സിനിമക്കാരിലും ഒരു ഇച്ചിരി വ്യത്യാസമായിട്ടുണ്ട്. ആ വീട് ഫുള്ളൊക്കെ പുതുക്കിയിട്ടുണ്ട് ചേട്ടൻ. ഒരു വർഷം മുന്നേ ഇത് മൊത്തം കുറച്ച് ഇന്ത്യയിൽ പാനൽ ചെയ്തു. പിന്നെ ഫിറ്റിങ്സുകൾ കൂടെ മാറ്റി ഉള്ളിൽ സീൽ ചെയ്തു. സീലിംഗ് ലൈറ്റുകളൊക്കെ വെച്ചു. അപ്പോൾ ഈ ലൈറ്റൊക്കെ എല്ലായിട്ടും പിടിപ്പിച്ചാണ്? എല്ലാം എല്ലാം ഒരു ആൻറ്റിക് മോഡലായി ടച്ചിലേക്ക് വന്നിട്ടുണ്ട്. അല്ല ഫുള്ള്. അപ്പോൾ ഒരു നല്ലൊരു സിനിമയ്ക്ക് ഒരു സീനിൽ നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ വേണ്ട. പുറം നോക്കുമ്പോഴും ഫുള്ളാണ്.
ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെ പലരും വിട്ടു പറഞ്ഞില്ല, പലരും ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഞാൻ പിന്നെ അത് വിട്ടു പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഫാദറിന്റെ പേര് ഫാദർ ജോസഫ്. ജോസഫിന്റെ അസുഖമായിട്ട് കുറച്ച് കിടപ്പാണ്. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ജോസഫിന്റെ അസുഖമായിട്ട് കുറച്ച് കിടപ്പാണ്. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഫുൾ അതുപോലെ തന്നെ നല്ലൊരു ചെറിയൊരു ഹോം തിയേറ്റർ പോലെ കണ്ടു. അതായത് സിനിമയിൽ നല്ലൊരു സിനിമ കാണാനൊക്കെ പറ്റിയൊരു തിയേറ്റർ ആണ്. നമുക്ക് വീട്ടിൽ കാണാം. ഫാമിലിക്ക് ഒരു സീൻ വേണ്ടി സിനിമ കയറ്റി കാണുകയും ചെയ്യാം. അതുപോലെ വീട്ടിലിരുന്ന് കാണാം. ഫാമിലിക്ക് ഒരു സീൻ വേണ്ടി പെൻഡ്രൈവിൽ ഒരു സിനിമ കയറ്റി നമുക്ക് കാണുകയും ചെയ്യാം. അതുപോലെ അത് ഞാൻ ഇതിനോടനുബന്ധിച്ച് ഒരു റൂം ഹോം തിയേറ്റർ ആക്കി. ഒരു 5-6 ലക്ഷം രൂപ അടുത്ത് മൊത്തം ടോട്ടലി മുടക്കായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഫുൾ ടോട്ടൽ പൊട്ടിയോ? അതോ പോറെല്ലാം കൂട്ടി? അത് കൂട്ടി നോക്കിയിട്ടില്ല. എന്നാലും നല്ല നന്നായിട്ടായി. കാരണം ഒരു 10-40 ജോലിക്കാരെ ഡെയിലി ഒരു 8 മാസത്തേക്ക് അടുത്ത് വർക്ക് ചെയ്യും. ചേട്ടൻ നമുക്ക് ഒന്നിച്ച് കൂടാണെങ്കിൽ അതിലൂടെ അവരുടെ ചേട്ടത്തെയും അനിത്യയും കൂടെ ഒന്നിച്ച് നന്നിട്ട് കൂടാനുള്ള ഒരു ബന്ധം എല്ലാവരും ഒന്നിച്ചാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ചേട്ടാ താങ്ക് യു.